യേശുക്രിസ്തുവിനെ ഞാൻ മരിച്ച് അടക്കപ്പെട്ട് ഉത്ഥാനം ചെയ്ത യേശു ക്രിസ്തുവിനെ ഞാൻ വ്യക്തിപരമായി അറിയുമ്പോൾ ആ യേശു ക്രിസ്തുവിൽ പ്രവർത്തിച്ച അതേ ആത്മാവ് എന്നിലും പ്രവർത്തിക്കുവാൻ തുടങ്ങും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അത് എന്തുകൊണ്ടാണ്? ഞാൻ ആ യേശുവുമായിട്ട് ഞാൻ ഐക്യപ്പെടുകയാണ്. റോമൻസ് 6-ാമത്തെ അധ്യായം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വെൻ യു ആർ യുണൈറ്റഡ് ടുഗെദർ ഇൻ ദ ലൈക്ക്നെസ് ഓഫ് ഹിസ് ഡെത്ത്, യു ആർ യുണൈറ്റഡ് ടുഗെദർ ഇൻ ദ ലൈക്ക്നെസ് ഓഫ് ഹിസ് റെസറക്ഷൻ. അവനോട് സാദൃശ്യമായ ഒരു മരണത്തിൽ എനിക്ക് പങ്കാളിത്തം ഉണ്ടാകുമ്പോൾ അവനോട് സാദൃശ്യമായ ഒരു ഉയർപ്പിലും എനിക്ക് പങ്കാളിത്തമുണ്ട്. അവനെ ഉയർപ്പിച്ചതാരാണ്? പരിശുദ്ധാത്മാവാണ്. അപ്പോൾ അവനെ ഉയർപ്പിച്ച ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് എഫീഷ്യൻസ് 1-ാമത്തെ അധ്യായം ഒന്ന് വായിക്കോ, 20-ാമത്തെ വചനം ഒന്ന് വായിക്കോ. എഫീഷ്യൻസ് 1:19-20 വായിച്ചോ. അതുവഴി അവൻ്റെ പ്രഭാവപൂർണമായ പ്രവർത്തനത്തിന് അനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവൻ്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്രമാത്രമെന്ന് വ്യക്തമാകട്ടെ. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലത്തുവശത്ത് ഇരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ്. ഇതേ ശക്തിയാണ്. പ്രിയപ്പെട്ടവരെ, അതേ പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി സ്വന്തമാക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ആരൊക്കെയുണ്ട്? ഒന്ന് ഹല്ലേലൂയ പറയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാറ്റ് ഈസ് എ പവർ ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് പിന്നെയും നമ്മൾക്ക് ചില വചനങ്ങളൊക്കെ എപ്പോഴും പറയും, നിങ്ങൾക്ക് ബോറടിക്കുകയല്ലേ, പറഞ്ഞു ഇയാൾക്ക് വേറെ ഒന്നും പറയാനില്ലേ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾ ഇതറിഞ്ഞാൽ മതി. ഹല്ലേലൂയ. എഫിഷ്യൻസി 3-ാമത്തെ അധ്യായം 20-ാമത്തെ വചനം. Hallelujah. And to him who is able to do. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദൈവത്തിൽ നിന്ന് ഒരു ആഗ്രഹമുണ്ട്, പക്ഷെ അത് നിങ്ങളുടെ ബുദ്ധിക്ക് അത് മനസ്സിലാകുന്നില്ല, അത് എങ്ങനെ നിങ്ങൾക്ക് പ്രാപിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ വചനം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായുള്ളതാണ്. ഒന്ന് വായിക്കുക സിസ്റ്റർ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തി, this power is the power of God, is a power in the name of Jesus, is a power in the presence of the Spirit of the living God. അത് നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കുകയാണെങ്കിൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ, ഒന്ന് പറഞ്ഞ വളരെ കൂടുതൽ, ഒന്നും കൂടെ പറഞ്ഞ വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക മാത്രമല്ല, അവന് അറിയാമായിരുന്നു ഇതാണ് ദൈവത്തിന്റെ ശക്തി എന്നുള്ളത്. ഇതിനേക്കാൾ ശ്രേഷ്ഠമായി അവനൊന്നുമില്ല, അവനൊന്നും തേടേണ്ട ആവശ്യമില്ല എന്നറിയുന്നതുകൊണ്ടാണ് റോമൻസ് 1-ാമത്തെ അധ്യായം 16-ാമത്തെ വചനത്തിൽ പറയുന്നത്, സുവിശേഷത്തെ കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല. I am not ashamed of the gospel of Christ because it is the power of God unto salvation. Hallelujah. ഒന്ന് പറഞ്ഞേ, ഞാൻ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുന്നില്ല. Hallelujah. പ്രിയപ്പെട്ടവരെ, it is God himself revealing his power. ആ ശക്തി നമ്മൾ ഇന്ന് കൈവരിക്കണം. We must possess that power. It's available. All that you have to do is receive it in faith. Receive it in faith. അപ്പോൾ you'll find that the power is released. And the power is released when you speak the word, when you preach the word. ദൈവത്തിൻ്റെ വചനം സംസാരിക്കുമ്പോൾ the power is released. എന്താണ് നമ്മൾ വായിച്ചു കേട്ടു? മർക്കോസ് 16:20 വായിച്ചു കേട്ടല്ലോ. നിങ്ങൾ എൻ്റെ വചനങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുകയും അത് സ്ഥിരീകരിക്കുകയും ചെയ്യും. അപ്പോൾ എപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്നു, you are actually preaching the power of God. You are preaching the power of God. Hallelujah. കാരണം യോഹന്നാൻ 1:14 പറയുന്നത് എന്താണ്? വചനം മാംസമായി നമ്മുടെ മധ്യേ വസിച്ചു, എന്നിട്ട് നമ്മൾ അതിൻ്റെ മഹത്വം ദർശിച്ചു. The word became flesh and dwelt amongst us, and we beheld the glory of the word. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ വചനം ഏറ്റെടുക്കുകയും ആ വചനം നിങ്ങൾ പ്രഘോഷിക്കുകയും, സൗഖ്യത്തിൻ്റെ വചനമായിരിക്കാം, വിടുതലിൻ്റെ വചനമായിരിക്കാം, വീണ്ടെടുപ്പിൻ്റെ വചനമായിരിക്കാം, ഏത് വചനം ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്, ആ വചനം നിങ്ങൾ വിശ്വാസത്താൽ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ മാംസം ധരിക്കും. It will bear fruit.
ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് the word of God dwelt amongst us and became flesh എന്നാണ് പറയുന്നത്. ഫ്ലഷ് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? They could see, they could behold, അല്ലേ? They could touch. നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, ഇറ്റ് വിൽ മാനിഫെസ്റ്റ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വാഗ്ദാനങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്യും. ബട്ട് നമ്മളൊരു കാര്യം ചെയ്യണം, സ്പീക്ക് ദ വേർഡ്. കാരണം എന്താണ്? വചനത്തിന് സൃഷ്ടിക്കാനുള്ള ശക്തിയുണ്ട്, വചനത്തിന് സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട്. ആരൊക്കെ വിശ്വസിക്കുന്നത്? ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുവാനുള്ള കഴിവുണ്ട്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായി. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഹി ഈസ് ഏബിൾ ടു കോൾ ടു എക്സിസ്റ്റൻസ് തിങ്സ് വിച്ച് ഡിഡ് നോട്ട് എക്സിസ്റ്റ് ആസ് ദോ ദേ എക്സിസ്റ്റഡ്. ഇവിടെ നമ്മൾ വചനം ഏറ്റെടുക്കണം. It is a faith that you need. He is able to call to existence the things which did not exist as though they existed. Why? When he called, it was created. Are you with me? When he spoke the word, things which did not exist existed, because the word creates. The word creates. നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, the word can create. How many of you believe that? ആരൊക്കെ വിശ്വസിക്കുന്നുണ്ട് വചനത്തിന് സൃഷ്ടിക്കാനുള്ള കഴിവുണ്ടെന്ന്? യെസ്. ആൻഡ് ഐ വാസ് ഷെയറിങ് വൺ ഡേ, ഒരു വ്യക്തി ഓഫീസിൽ വന്ന് പറയായിരുന്നു, പുള്ളി അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ സംശയിക്കുക. അപ്പോൾ ഞാൻ പറയായിരുന്നു, ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് ആ പുസ്തകത്തിനകത്ത് ബെനിഹീൻ എഴുതിയിട്ടില്ലായിരുന്നോ? ഒരിക്കൽ ഒരു ശുശ്രൂഷയിൽ ഒരു സ്ത്രീ അവിടെ വന്നിരുന്നു, പെട്ടെന്ന് പറയാനായിട്ട്. അവൾക്ക് ആ കാഴ്ചയെടുപ്പിൽ അവൾക്ക് ഉണ്ടായിരുന്ന എല്ലാം അവൾ കൊടുത്തു. എന്നിട്ട് അവിടെ ആരാധന നടന്നപ്പോൾ അവൾ വന്നിരുന്നത് ഒരു സൗഖ്യത്തിന് വേണ്ടിയാണ്. അവളുടെ കൊച്ചിന് കാലില്ലായിരുന്നു, കൈയില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. പക്ഷേ ആ ആരാധനയുടെ സമയത്ത് കാലുകൾ വളർന്നു, കൈകൾ വളർന്നു. യെസ്, ബിക്കോസ് ഗോഡ്സ് വേർഡ് ക്യാൻ ക്രിയേറ്റ്. നമ്മൾ വിശ്വസിക്കണം. അവിടെ പ്രവർത്തിച്ച് ദൈവം തന്നെയാണ് നമ്മുടെ മധ്യേ പ്രവർത്തിക്കുന്നത്. അവിടെ പ്രവർത്തിച്ച് ആത്മാവ് തന്നെയാണ് നിങ്ങളുടെയും എൻ്റെയും ഹൃദയത്തിൽ വസിക്കേണ്ടത്. വസിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. വസിക്കേണ്ടത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ടതൊക്കെ ദൈവത്തിൻ്റെ മക്കളാന്ന് പറഞ്ഞാൽ, അപ്പം ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ അതേ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച അതേ ശക്തിയാകുന്ന പരിശുദ്ധാത്മാവ് എന്നിലും നിങ്ങളിലും വസിക്കണം. പ്രിയപ്പെട്ട, അതുകൊണ്ട് ഡോണ്ട് ബി അഷെയിംഡ് ഓഫ് ദ വേർഡ്. ഏറ്റവും കൂടുതൽ ഞാൻ പറയുകയാണ്, നമ്മൾ ഏറ്റവും ആദ്യം പ്രഘോഷിക്കേണ്ടത് നമ്മളോട് തന്നെയാണ്. അസുഖമുണ്ടാകുമ്പോൾ അസുഖമുള്ള സ്ഥലത്ത് വെച്ചിട്ട് യു സ്റ്റാർട്ട് സ്പീക്കിംഗ് ദ വേർഡ്. അല്ല, പോരുന്നല്ല, പാസ്റ്ററിൻ്റെ അടുത്ത് പോരുന്നല്ല പറയുന്നത്, അല്ല സഹോദരൻ്റെ അടുത്ത് പോരുന്നല്ല പറയുന്നത്. തീർച്ചയായിട്ടും പോയി അവരോട് പ്രാർത്ഥിക്കാൻ പറയണം. പക്ഷെ ആദ്യം നിങ്ങളുടെ വിശ്വാസം, അവർ പ്രാർത്ഥിച്ചാൽ സൗഖ്യം വരുമെന്നുണ്ടെങ്കിൽ അതേ വചനങ്ങൾ തന്നെയാണ് നിങ്ങൾക്കും ദൈവം തന്നിരിക്കുന്നത്. ഗോഡ് ഈസ് നോട്ട് പാർഷ്യൽ. ബിക്കോസ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, എൻ്റെ അടിപ്പിനാൽ നിങ്ങൾക്ക് സൗഖ്യം പ്രാപിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വചനം എല്ലാവർക്കും ഉള്ളതാണ്, അല്ലാതെ ചില വ്യക്തികൾക്ക് മാത്രമുള്ളതല്ല. So when you have a headache, keep your hand on your head and proclaim a release. Proclaim a healing. You will find miraculous ആയിട്ട് അവിടെ ഹീലിംഗ് ഉണ്ടാവും. കാരണം ദൈവത്തിന് വാഗ്ദാനത്തിൽ വിശ്വസനാണോ? ആരൊക്കെ വിശ്വസിക്കുന്നുണ്ട്? മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം പറയുന്നുണ്ട്, നിനക്ക് നിന്റെ വിശ്വാസം അനുസരിച്ച് സംഭവിക്കട്ടെ എന്ന്. അതിനപ്പുറം യേശു പറയാനില്ല. Let it happen to you according to your faith. അപ്പോൾ ദൈവത്തിന് അനുഗ്രഹമാകുന്ന വചനങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിക്കും. ടുഡേ വി നീഡ് ദ പ്രസൻസ് ഓഫ് ഗോഡ് ഇൻ അവർ ലൈഫ്സ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമാണ്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളുള്ളപ്പോൾ നമുക്ക് ആക്ച്വലി വരുന്ന ജീവനാണ്. ഇറ്റ്സ് ലൈഫ്. നമുക്കറിയാമില്ലേ, നോക്കുകയാണെങ്കിൽ നമ്മൾ മരിച്ചുപോയെന്ന് പറയുമ്പം പ്രാണൻ നഷ്ടപ്പെട്ടു അല്ലേ? ദ സ്പിരിറ്റ് ലീവ്സ്. ആ സ്പിരിറ്റ് ലീവ് ചെയ്യുന്ന ഏതാ? ദൈവം നമ്മൾക്ക് ജീവനാണ്. ദർ ഇസ് ആക്ച്വലി ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ആൻഡ് സ്പിരിറ്റ് ഫ്രം ഗോഡ്. ദൈവം നമുക്ക് ജീവന് വേണ്ടി, നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്, ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് ഉണ്ടാക്കി. ദെൻ ഹി ബ്രീത്hed into his nostrils and man became a living soul now. That is a breath which goes back to God. There is another breath which comes from God, the breath of God. And that is the Holy Spirit of the living God, which makes you a son or a daughter of God. പ്രിയപ്പെട്ട, നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനം 119:50 വചനം പറയുന്നുണ്ട്, this is my comfort in my affliction, for your word has given me life. I mean, such a beautiful word it is. ഒന്ന് വായിക്കാവോ?
ദിസ് ഇസ് മൈ കംഫർട്ട്. ഇവിടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാത്തവരൊന്ന് കൈവക്കാവോ? ഒരു കഴിവില്ലല്ലോ. എല്ലാവർക്കും പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുമുണ്ട്. അവരുടേതായ രീതിയിൽ, അവരുടേതായ തോതിൽ എല്ലാവർക്കും പ്രയാസം, ബുദ്ധിമുട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ഈ വചനം നിങ്ങൾക്കുള്ളതാണ്. ദിസ് ഇസ് മൈ കംഫർട്ട് ഇൻ മൈ അഫ്ലിക്ഷൻ, ഫോർ യുവർ വേർഡ് ഹാസ് ഗിവൺ മീ ലൈഫ്. ഓ, വാട്ട് എ ബ്യൂട്ടിഫുൾ വേർഡ്. ഇഷ്ടം വായിക്കാമോ? അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നു എന്നതാണ് ദുരിതങ്ങളിൽ എൻ്റെ ആശ്വാസം. Then whatever be the situation that I am going through, അങ്ങനെ കൈവിടുകയില്ല. അതാണല്ലേ സങ്കീർത്തനം 23:4 പറയുന്നത്, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വാരയിൽ കൂടെ ഞാൻ സഞ്ചരിക്കുകയാണെങ്കിൽ പോലും ഞാൻ ഭയപ്പെടുകയില്ല, കാരണം എനിക്കറിയാം നീ എൻ്റെ കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് എ കംഫർട്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ വചനങ്ങൾ നമ്മൾ ശ്രേഷ്ഠമായിട്ട് കരുതുകയും അതേ മുറുകെ പിടിക്കുകയും അതിൽ ഡിപ്പെൻഡ് ചെയ്യണം. ദാറ്റ് ഈസ് വൈ ഈസ് ഗിവൺ യു ദീസ് അഷ്വറൻസസ്, ദീസ് കമാൻഡ്സ്. പിന്നെ സങ്കീർത്തനം 119:93 ഒന്ന് വായിക്കാമോ? ഐ വിൽ നെവർ ഫൊർഗെറ്റ് യുവർ പ്രീസെപ്റ്റ്സ്, ഫോർ ബൈ ദെം യു ഹാവ് ഗിവൺ മീ ലൈഫ്. ഞാൻ അങ്ങയുടെ കൽപ്പനകളെ ഒരിക്കലും മറക്കുകയില്ല, അവ വഴിയാണ് അവിടുന്ന് എനിക്ക് ജീവൻ തന്നത്. ജീവൻ, ജീവൻ, ജീവൻ. നമ്മുടെ ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ജീവൻ അവൻ്റെ വചനത്തിലാണ്. കാരണം അതുകൊണ്ടാണ് ഹീബ്രൂസ് 1:3 പറയുന്നത്, ഈ അപ്പോൾസ് ഓൾ തിങ്സ് ബൈ ദ വേർഡ് ഓഫ് ഹിസ് പവർ. എൻ്റെ ജീവനെയും അവൻ നിലനിർത്തുന്നത് അവൻ്റെ വചനത്തിൻ്റെ ശക്തിയാലാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം യോഹന്നാൻ 10:10 പറഞ്ഞിരിക്കുന്നത്, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ തരാൻ വേണ്ടിയാണ്. യേശു വന്നിരിക്കുന്നത് ആരെയും കൊല്ലാനോ നശിപ്പിക്കാനോ ഒന്നുമല്ല. യേശു വന്നിരിക്കുന്നത് ജീവൻ തരാൻ വേണ്ടിയാണ്. ജീവനില്ലാത്തടത്ത് ജീവൻ പകരാൻ വേണ്ടിയാണ്. ആൻഡ് അതിൻ്റെ അളവ് എത്രയാണ്? അത് സമൃദ്ധമായി, ദൈവത്തിൻ്റെ സമൃദ്ധമായ ഒരു ജീവൻ നമ്മൾക്ക് ഓരോരുത്തർക്കും കൈമാറുവാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് പിന്നെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യോഹന്നാൻ 14:6 പറയുന്ന പോലെ, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിലേക്ക് വരുവാൻ പറ്റുകയില്ല. പ്രോവേർബ്സ് 8-35 വചനം ഒന്ന് വായിക്കാം സിസ്റ്ററെ. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ തേടുന്നത് ജീവനെയാണ്. അപ്പോൾ നമ്മൾ എവിടെയാണ് പോകേണ്ടതെന്നുള്ളത്, ജീവന് വേണ്ടി എവിടെ പോകണം? ഞാൻ പറയുന്നത് ഇവിടുത്തെ ശാശ്വതമായ താൽക്കാലികമായ ഒരു ജീവനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ശാശ്വതമായ ഇറ്റേണൽ ലൈഫ്. അതിൻ്റെ ഉറവിടം എവിടെയാണ്? പ്രോവേർബ്സ് 8:35. എന്തെന്നാൽ എന്നെ കണ്ടെത്തുന്നവൻ ജീവൻ കണ്ടെത്തുന്നു. ഹല്ലേലൂയ. എന്നെ കണ്ടെത്തുന്നവൻ ജീവൻ കണ്ടെത്തുന്നു, ജീവൻ കണ്ടെത്തുന്നു, കർത്താവിന്റെ പ്രീതി നേടുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ആൻഡ് ഹി വിൻസ് ദ ഫേവർ ഓഫ് ഗോഡ്. ടുഡേ നമ്മൾ പറയട്ടെ, നമുക്കിത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ദൈവത്തിൻ്റെ ഫേവറാണ്. ദ ഫേവർ ഓഫ് ഗോഡ്. നമ്മൾ വിചാരിക്കുന്ന ചില പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെയാണ്, ഈവൻ സ്മോൾ തിങ്സ്. നമ്മൾ ദൈവത്തിൻ്റെ ഫേവർ ഒന്ന് പറഞ്ഞേ, ഐ ഹാവ്, ദൈവത്തിൻ്റെ പ്രീതി എന്നിൽ ഉണ്ടെന്ന് ഒന്ന് പറ. ഐ ഹാവ് ദ ഫേവർ ഓഫ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയും, ഞങ്ങൾ പലപ്പോഴും വല്ലയിടത്തൊക്കെ പാർക്കിംഗ് ഒക്കെ ഇല്ലാത്ത സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ എപ്പോഴും അവിടെ ചെല്ലുമ്പോൾ കാണും ഒരു പാർക്കിംഗ് സ്ലോട്ട് കാണും. ഞാൻ എപ്പോഴും പറയും, താങ്ക് യു ലോർഡ് ഫോർ യുവർ ഫേവർ, ഫോർ യുവർ ഫേവർ, ഫോർ യുവർ സ്മോൾ തിങ്സ് ഇൻ യുവർ ലൈഫ്. ഗോഡ് ഗിവ്സ് യുവർ ഫേവർ. ഹല്ലേലൂയ. പിന്നെ 1 യോഹന്നാൻ 1:2 അവിടെയും പറയുന്നുണ്ട്, ജീവൻ എവിടെയാണ് പ്രത്യക്ഷപ്പെടുന്നത്? വേർ ഇസ് ലൈഫ് മാനിഫെസ്റ്റഡ്? 1 John 1:2. ജീവൻ വെളിപ്പെട്ടു, ഞങ്ങൾ അത് കണ്ടു, അതിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു. പിതാവിനോടുകൂടെ ആയിരുന്നതും ഞങ്ങൾക്ക് വെളിപ്പെട്ടതുമായ നിത്യജീവൻ ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നു. ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ് ഹിംസെൽഫ്. ആ ജീവനുമായിട്ട്, യേശുവുമായിട്ട് അവർക്ക് ഒരു വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്നു, ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് 1 യോഹന്നാൻ 1 മുതൽ 7 വരെ പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത്, വി മസ്റ്റ് ഹാവ് എ ഫെലോഷിപ്പ് വിത്ത് ലൈഫ്, എ ഫെലോഷിപ്പ് വിത്ത് ജീസസ്. യേശുവാകുന്ന ജീവനുമായിട്ട് നമുക്കൊരു കൂട്ടായ്മ ഉണ്ടാകണം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ 1 പത്രോസ് 2-23 വചനം വായിക്കുകയാണെങ്കിൽ അവിടെയും പറയുന്നുണ്ട്, ചില കാര്യങ്ങൾ കറപ്റ്റബിളാണ്, ചിലത് ശാശ്വതമാണ്, ചിലത് ഈ ലോകത്തതൊക്കെ നശിപ്പിക്കുവാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതാണ്. അതേസമയത്ത് ചില കാര്യങ്ങൾ ശാശ്വതമായതുണ്ട്. 1 പത്രോസ് 1:23. നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ബീജത്തിൽ നിന്നാണ്, സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന്. ഹല്ലേലൂയ. ദൈവവചനത്തിൽ നിന്നാണ്. ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. ഹാവിംഗ് ബീൻ ബോൺ അഗൈൻ, not of corruptible seed but incorruptible, through the word of God which lives and abides forever. അപ്പോൾ നമ്മൾ രണ്ടാമത് ജനിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. ഇറ്റ് ഇസ് ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് യോഹന്നാൻ 6:63 പറയുന്നത്,
അത് അവിടെയും പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്, ദ ഫ്ലെഷ് പ്രോഫിറ്റ്സ് നത്തിങ്, ഇറ്റ് ഈസ് എ സ്പിരിറ്റ് ദറ്റ് ഗിവ്സ് ലൈഫ്, ആൻഡ് ദ വേർഡ്സ് ദറ്റ് ഐ സ്പീക്ക് ടു യു ആർ സ്പിരിറ്റ് ആൻഡ് ദേ ആർ ലൈഫ്. 663. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ആ, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. അപ്പൊ എന്താണ് ജീവൻ നൽകുന്നത്? ആത്മാവ്. ആത്മാവ്. അപ്പൊ നമ്മുടെ നിത്യജീവൻ എവിടെ, അതിന്റെ ഉറവിടം എവിടെയാണ്? യേശു ക്രിസ്തുവിന്റെ ആത്മാവിലാണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ ഓരോന്നും, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഒരു മരിച്ച അവസ്ഥയിലാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു നിരാശപ്പെട്ട ഒരു അവസ്ഥയാണെങ്കിൽ, നിങ്ങൾക്ക് വളരെയധികം ദുഃഖമുള്ളൊരു അവസ്ഥയാണെങ്കിൽ, അവിടെ എല്ലായിടത്തും ദൈവത്തിൻ്റെ വചനം വന്നിട്ട് അവിടെ ജീവൻ തരുവാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ദ വേർഡ്സ് ദറ്റ് ഐ സ്പീക്ക് ടു യു ആർ സ്പിരിറ്റ് ആൻഡ് ദേ ആർ ലൈഫ്. അപ്പോൾ ആത്മാവ്, ജീവൻ. ആത്മാവുള്ളടത്ത് ജീവനുണ്ട്. ആത്മാവ് എവിടെയുള്ളത്? വചനത്തിലാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് ആത്മാവുമായിട്ട് ഒരു ബന്ധമുണ്ടാവും. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദൈവം നമ്മൾക്ക് വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ശക്തി കൈമാറുവാൻ വേണ്ടിയാണ്. ഈസ് ടു ഇംപാർട്ട് യു വിത്ത് ദ പവർ ഓഫ് ഗോഡ് ത്രൂ ഹിസ് വേർഡ്, ബിക്കോസ് ദ വേർഡ് ഇസ് പവർ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ദൈവമെന്ന യേശുവിനെ കൈമാറുക, വചനം കൈമാറുക, വചനം കൊടുക്കുക. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് പ്രഷ്യസ് തിങ് ദാറ്റ് യു ക്യാൻ ഗിവ് എ പേഴ്സൺ. അതുകൊണ്ടാണ് 2 തിമോത്തി 4-ാമത്തെ അധ്യായം 2-ാമത്തെ വചനം, ദൈവം ഒരു ശുപാർശ, ഒരു റെക്കമെൻഡേഷൻ അല്ല, ഈസ് ഗിവിങ് യു എ കമാൻഡ്, ഈസ് ഗിവിങ് യു എ കമ്മീഷൻ. എന്താ ചെയ്യേണ്ടതെന്നുള്ളത്? വചനം പ്രസംഗിക്കുക. വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും, ഹല്ലേലൂയ, സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക. ക്ഷമ കൈവിടാതിരിക്കുകയും പ്രബോധനത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ ഒരു കൽപ്പനയുണ്ട്, വചനം പ്രഘോഷിക്കണം. സാഹചര്യങ്ങൾ അനുകൂലമോ പ്രതികൂലമോ ആയാലും അവിടെ നമ്മളുടെ ജോലി ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുക. അവിടെ പ്രവർത്തിക്കുന്നത് നമ്മളല്ല, പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മൾ പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് അവിടെ സാഹചര്യം പ്രതികൂലമാണോ അനുകൂലമാണോ എന്നുള്ള തീരുമാനം നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. പരിശുദ്ധാത്മാവിനെ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് പരിശുദ്ധാത്മാവിന് അറിയാം. പക്ഷെ നമ്മളോട് കൽപ്പിച്ചിരിക്കുന്ന ആ ജോലി, ആ പ്രവൃത്തി നമ്മൾ വിശ്വസ്തയോടെ ചെയ്താൽ മതി. എന്താണ് ജോലി? വചനം പ്രഘോഷിക്കുക. വചനം, പ്രീച്ച് ദ വേർഡ്. ഹല്ലേലൂയ. പിന്നെ പ്രീച്ച് ദ വേർഡിനെ കുറിച്ച് വചനങ്ങൾ വളരെയധികമുണ്ട്. ഹല്ലേലൂയ. അത് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത്, ഇത് ദൈവത്തിൻ്റെ ഒരു ഈസ് എ കമാൻഡ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ 1 കൊരിന്ത്യൻസ് 9-ാമത്തെ അധ്യായം 16-ാമത്തെ വചനം പറയുന്നുണ്ട്. 1 കൊരിന്ത്യൻസ് 9:16. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതെനിക്ക് അഹംഭാവത്തിന് വകയില്ല. അതെന്റെ കടമയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം കേട്ടോ, സുവിശേഷം പ്രസംഗിക്കുന്നത് നമ്മൾ ദൈവത്തിന് ഒരു ഉപകാരം ചെയ്യുകയല്ല. അത് നമ്മൾക്ക് അഹംഭാവത്തിന് അവസരം ഉണ്ടാക്കരുത്. അത് എൻ്റെയും നിങ്ങളുടെയും കടമയാണ് സുവിശേഷം പ്രഘോഷിക്കാൻ. ചിലപ്പോൾ ഒരു വ്യക്തിയുടെ കടമ 1000 പേരോട് ഒരു സ്റ്റേജിൽ ഇരുന്ന് പ്രഘോഷിക്കാനായിരിക്കും. വേറൊരു വ്യക്തിക്ക് മറ്റുള്ള ഒരു വീട്ടിൽ പോയിട്ട് 1-to-1 ആയിട്ട് പ്രഘോഷിക്കാനായിരിക്കും. ദൈവസന്നദ്ധിയിൽ ഇതിൻ്റെ ഇഫക്റ്റ് രണ്ടും ഒന്നാണ്. കാരണം ആ 1000 പേർക്ക് അല്ലെങ്കിൽ 10,000 പേർക്ക് പ്രഘോഷിക്കുന്ന ദേവദാസനിൽ പ്രവർത്തിക്കുന്ന അതേ ആത്മാവാണ് നിങ്ങൾ 1-to-1 ആയിട്ട് പ്രഘോഷിക്കുമ്പോൾ അവിടെ പ്രവർത്തിക്കുന്നതും. അല്ലാതെ അവിടെ വലിയൊരു ആത്മാവും ഇവിടെ ചെറിയൊരു ആത്മാവുമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഒരേ ഒരു ആത്മാവാണ്. അതുകൊണ്ട് നിങ്ങൾ എണ്ണം നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ കടമ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുക. ചെയ്തിട്ടില്ലെങ്കിൽ, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഞാൻ സ്വമനസാ അത് ചെയ്യുന്നെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. ഇത് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ട വചനങ്ങളാണ് കേട്ടോ പ്രിയപ്പെട്ടവരെ. അല്ലാതെ വെറുതെ ഓക്കെ അങ്ങനെ വായിച്ചു കേട്ടു, അതൊക്കെ അങ്ങനെ പറയാം, അവർക്ക് പറയാം, എനിക്ക് പറയാൻ പറ്റിയില്ല, എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു വിവരവുമില്ല. പ്രിയപ്പെട്ടവരെ, വിവരമില്ല എന്ന് പറയരുത്. കാരണം ദൈവത്തിൻ്റെ വചനം പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് 1 കൊരിന്ത്യൻസ് 2-ാമത്തെ അധ്യായത്തിൽ, ലെറ്റ് മീ നോട്ട് സ്പീക്ക് ഇൻ ദ എലക്വൻസ് ഓഫ് മാൻ ഓർ ഇൻ ദ വിസ്ഡം ഓഫ് മാൻ, ബട്ട് ലെറ്റ് മീ സ്പീക്ക് ഇൻ ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ സ്പിരിറ്റ് ആൻഡ് ഓഫ് പവർ. പൗലോസ് അപ്പോസ്തലന്റെ വലിയ സാഹിത്യത്തിലൊന്നും അല്ല പറയേണ്ടത്. യു ജസ്റ്റ് സ്പീക്ക് ദ വേർഡ്, ദ സ്പിരിറ്റ് വിൽ ആക്ട് ദേർ. ദാറ്റ് ഈസ് എ ഹ്യൂമിലിറ്റി നമുക്ക് ഉണ്ടാവണം.
വചനം, എനിക്കാകെ ഒരു വചനമേ അറിയുള്ളൂ. ഒരു വചനം മതി പ്രിയപ്പെട്ടവരെ രക്ഷിക്കാനായിട്ട്. അതാണ് ആ ശതാധിപൻ പറഞ്ഞത്, just speak one word and my servant will be healed. ഹല്ലേലൂയ. ചിലപ്പോൾ നിങ്ങൾ പോയി കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിക്ക് ഒരു വചനം മതി നിങ്ങളുടെ അധരത്തിൽ നിന്ന് വരാനായിട്ട്. That can save. You don't need a flood of words. ഒരു വചനം മതി. അതല്ലേ പറഞ്ഞില്ലേ, Lord, I am not worthy that thou should enter under my roof, but only speak one word and my servant will be healed. ഹല്ലേലൂയ. അവിടെ പ്രിയപ്പെട്ട നിങ്ങൾക്ക് വലിയ ഗ്രമാറ്റിക്കലായിട്ട് പറയാൻ അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ വലിയ സാഹിത്യ ഭാഷയിൽ പറയാൻ അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വചനങ്ങൾ ഒരു 100, 200, 300 വചനങ്ങൾ അറിഞ്ഞുകൂടാ എന്നൊന്നും വിചാരിച്ച് നിങ്ങൾ വചനം പ്രഘോഷിക്കാതിരിക്കരുത്. ഒരു വചനമാണെങ്കിൽ അത് മതി. കാരണം വചനത്തിന് രക്ഷിക്കാനും ഉള്ള കഴിവുണ്ട്, ഏത് വചനമാണെങ്കിൽ. കാരണം ആ വചനം യേശു ക്രിസ്തു തന്നെയാണ്. യേശു ക്രിസ്തുവിനെ നിങ്ങൾ കൊച്ചാക്കരുത്. യേശു ക്രിസ്തുവിനെ നിങ്ങൾ ജഡ്ജ് ചെയ്യരുത്. He is able to save and to heal. അതല്ലേ ദൈവത്തിൻ്റെ വചനം യഹോവ റാഫയെ കുറിച്ച് പറയുന്നത്, I send my word and healed your disease. പ്രിയപ്പെട്ടവരെ, you have a command. ചെയ്തിട്ടില്ലെങ്കിൽ ദുരിതം എന്നാണ് പറയുന്നത്. ചെയ്യുകയാണെങ്കിലോ എനിക്ക് പ്രതിഫലം കിട്ടും. നമുക്കറിയാമല്ലോ, ഹീബ്രൂസ് 11-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്. He is a rewarder of those who diligently seek him. ആ ഡിലിജൻസിൻ്റെ ഒരു ഏരിയ ഓഫ് ആ ഡിലിജൻസ് is that you should preach the word in season and out of season. Whoever you get an opportunity, you must preach the word. അവിടെ നാണിക്കരുത് പ്രിയപ്പെട്ടവരെ. ഓഫ് കോഴ്സ് ഇതിൻ്റെ എതിരായിട്ട് ചിലപ്പോൾ വചനം പറയുമായിരിക്കും, പന്നികളുടെ മുമ്പിൽ മുത്തെറിഞ്ഞ് കളയരുതെന്ന്. മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം, ഡു നോട്ട് ഗിവ് വാട്ട് ഇസ് ഹോളി ടു ദ ഡോഗ്സ് നോർ കാസ്റ്റ് യുവർ പേൾസ് ബിഫോർ സ്വൈൻ ലെസ്റ്റ് ദേ ട്രാമ്പിൾ ദം അണ്ടർ ദിയർ ഫീറ്റ് ആൻഡ് ടേൺ ആൻഡ് ടേർ യു ഇൻ ടു പീസസ്. ഉണ്ട്, ദൈവത്തിൻ്റെ വചനമുണ്ട് കേട്ടോ. പക്ഷേ ലെറ്റ് us not judge who is a dog. Let us not judge. ആ വിധി ദൈവത്തിന് വിട്ടുകൊടുക്കുക. Give Jesus. He may receive it, he may not receive it. നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യരുത്. അവൻ നായയാണ്, അവൻ്റെ മുമ്പിൽ ഇതിട്ടാൽ അത് മുത്ത് പന്നിക്കിടുന്ന പോലെ ആയിരിക്കും. കാരണം നമുക്കറിയാമല്ലോ, ആ സീറോ ഫിനീഷ്യൻ വുമൺ യേശു ക്രിസ്തുവിനോട് വന്ന ഒരു സൗഖ്യം ചോദിച്ചപ്പോൾ യേശു ക്രിസ്തു എന്താ പറഞ്ഞത്, മക്കളുടെ അപ്പം പട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയില്ലെന്ന്. അപ്പോൾ അവളെന്താ പറഞ്ഞത്, കർത്താവേ, ആ മക്കളുടെ മേശയിൽ നിന്ന് ചില പൊടിയൊക്കെ താഴെ വീഴും, ആ പട്ടികൾ അതൊന്ന് നക്കി തിന്നോട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, പട്ടികളുണ്ടായിരിക്കും, പക്ഷെ നമ്മൾ പട്ടികളായിട്ട് ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ദൈവം ചെയ്തോളും. When you get an opportunity, share the word. അതുകൊണ്ട് ദൈവം നിങ്ങളെ ശിക്ഷിക്കുകയില്ല. ശിക്ഷയുണ്ടെങ്കിൽ ആ പട്ടി എന്ന് പറയുന്ന വ്യക്തിക്കായിരിക്കും. ദൈവത്തിൻ്റെ വചനം ട്രാമ്പിൾ ചെയ്തുകൊണ്ട് ആ ശിക്ഷയൊക്കെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ശിക്ഷയുണ്ടോ പ്രതിഫലമുണ്ടോ എന്നൊക്കെ അത് ദൈവം ഏറ്റെടുത്തോളും. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ കടമ അല്ലെ കൽപ്പന നിറവേറുക. Are you with me? We should not judge. അയാൾ പോക്കാ, അയാൾ പറയുന്ന ഒരു കാര്യമില്ല, ഭയങ്കര സ്റ്റബോണാ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊക്കെ പറയുമ്പോൾ യു ആർ ക്വെൻച്ചിങ് ദ വർക്കിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിൻ്റെ ആത്മാവെ നിങ്ങൾ പൂട്ടിയിടുക ആണോ? യെസ്, യു ആർ ലിമിറ്റിംഗ് ദ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ബൈ മേക്കിംഗ് എ ജഡ്ജ്മെൻറ്റ് നോട്ട് ഓൺലി ഓൺ ഹിം, ഓൺ ദി എബിലിറ്റി ഓഫ് ഗോഡ്. God's word says, but nothing is impossible for man, for God. Hallelujah. കാരണം എന്നാ, ഒരു ധനികൻ എങ്ങനെയാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു. കാരണം യേശു പറഞ്ഞ എന്താണ്, ധനികന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ഒട്ടകം സൂചിക്കുഴലിന് ഇടയിൽ കൂടെ കയറുന്നതിനേക്കാൾ പ്രയാസമുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു, അങ്ങനെയാണെങ്കിൽ ധനികന്മാർ എങ്ങനെ രക്ഷ പ്രാപിക്കും? അപ്പോൾ യേശു എന്താ പറഞ്ഞത്, പക്ഷേ മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അപ്പം ഞാനൊരാളെ കാണുന്നത് ഒരു പട്ടിയായിട്ടായിരിക്കും, പക്ഷെ ദൈവം കാണുന്നത് അത് നഷ്ടപ്പെട്ട ഒരു മകനായിട്ടായിരിക്കും, നഷ്ടപ്പെട്ട ഒരു മകളായിട്ടായിരിക്കും. നമ്മളുടെ ഒരു വചനം കേട്ടിട്ട് വേണം അയാൾ ആ ധൂർത്ത പുത്രനെ പോലെ തിരികെ വരാനായിട്ട്. ഡോണ്ട് ലിമിറ്റ് ഗോഡ്, ഡോണ്ട് ലിമിറ്റ് ഹിസ് പവർ, ഡോണ്ട് ലിമിറ്റ് ഹിസ് പ്ലാൻ. നമ്മൾ ആ ദൈവത്തിൻ്റെ ആത്മാവിനെ യു മസ്റ്റ് ഹാവ് ലവ്. ഇതാണ് ശരിയായ സ്നേഹം. 1 കൊരിന്ത്യൻസ് 13-ാമത്തെ അധ്യായം അല്ലേ, എല്ലാവരും പറയും സഹോദര സ്നേഹത്തെക്കുറിച്ചാണ് അല്ലേ. 1 കൊരിന്ത്യൻസ് 13 അല്ലേ, സ്നേഹം അല്ലേ, സഹോദര സ്നേഹം.
എവിടെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നു, എവിടെ സഹോദര സ്നേഹത്തെക്കുറിച്ച് പറയുന്നു? 1 Corinthians 13 വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അത് സഹോദര സ്നേഹത്തെക്കുറിച്ചുള്ളതല്ല, അത് ദൈവസ്നേഹത്തെക്കുറിച്ചാണ്. യു റീഡ് ദാറ്റ്. അതൊന്ന് ശരിയായി ഒന്ന് ഇരുന്ന് വായിച്ചു നോക്ക്. അവിടെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം എന്നാണ് പറയുന്നത്. അവിടെ പറയുന്നത് എന്താ? There are 3: faith, hope and love. And the most precious or the best is love. എനിക്ക് സഹോദരനിൽ വിശ്വാസം ഉണ്ടാകാൻ പറ്റുമോ? എനിക്ക് സഹോദരനിൽ പ്രത്യാശ ഉണ്ടാകാൻ പറ്റുമോ? അത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സഹോദരനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇവിടെ പറയുന്ന സ്നേഹം ദൈവത്തെ സ്നേഹിക്കണമെന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ എൻ്റെ സഹോദരനെ സ്നേഹിക്കും. അതിന് വേറെ കൽപ്പനയോ ഗോസ്പിലോ എപ്പിസലിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾക്ക് വേണ്ടത് നമ്മുടെ റൂട്ട് ശരിയായാൽ മതി, പാത ശരിയായാൽ മതി. യേശു ക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോടും മനസ്സോടും ശക്തിയോടും സ്നേഹിക്കുമ്പോൾ നിൻ്റെ സഹോദരനെ നീ ഓട്ടോമാറ്റിക്കായിട്ട് സ്നേഹിച്ചോളും. അപ്പോൾ 1 Corinthians 13 is about loving God. അതൊന്ന് വായിക്കണം. കാരണം പലയിടത്തും ഇത് സഹോദര സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാ സ്നേഹം എന്ന് പറയുമ്പോൾ സഹോദര സ്നേഹം സ്നേഹിക്കരുതെന്നല്ല പറയുന്നത്. പക്ഷേ ഇവിടെ വചനം പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നതിനെ കുറിച്ച്. ആ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ഞാൻ കൽപ്പന പാലിക്കുമ്പോൾ ഞാൻ എൻ്റെ അയൽക്കാരനെ എന്നെ പോലെ സ്നേഹിക്കും. Are you with me? ഹല്ലേലൂയ. ഇപ്പോൾ സമയമില്ല, നമുക്ക് ബാക്കി അടുത്ത ആഴ്ച നമുക്ക് കേൾക്കാം. നമുക്കൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം ഇതാണ്. ആ യേശുവിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം നമ്മളിൽ ഉള്ളതാണ് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു നിധി. ഇറ്റ് ഈസ് എ ഗ്രേറ്റസ്റ്റ് ട്രെഷർ ദാറ്റ് വി ക്യാൻ ഹാവ്. അതുകൊണ്ടല്ലേ ദൈവത്തിൻ്റെ വചനം ഒരു ഉപമയിൽ പറയുന്നത്, ഒരുത്തൻ ഒരു വലിയ വിലപിടിപ്പുള്ള ഒരു മുത്ത് കണ്ടു. അവൻ ഉള്ളതെല്ലാം വിറ്റിട്ട് ആ വയൽ വാങ്ങിച്ചു. എന്തിനാണ്? ആ മുത്ത് സ്വന്തമാക്കാൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കേണ്ടതെല്ലാം കൊടുക്കാൻ തയ്യാറായിരിക്കണം. നമ്മൾ മുറുകെ പിടിക്കുന്നതെല്ലാം ഉച്ഛിഷ്ടമായിട്ട് കണക്കാക്കാൻ തയ്യാറായിരിക്കണം. എന്തിനു വേണ്ടി? ആ കർത്താവായ യേശു ക്രിസ്തുവിനുമായിട്ട് ഒരു വ്യക്തിപരമായ സ്നേഹബന്ധം ഉണ്ടാവാൻ. ആ ക്രിസ്തുവുമായിട്ട് ബന്ധമുണ്ടാകുമ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്നിൽ വസിക്കും. കാരണം ദൈവത്തിൻ്റെ വാഗ്ദാനമുണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായി ഇടുകയില്ല, ഞാനൊരു സഹായകനെ തരും. പിന്നെ എഫിഷ്യൻസ് 1-ാമത്തെ അധ്യായം 13-14 വചനങ്ങൾ വായിക്കാം. അവിടെ പറയുന്നുണ്ട്, ഹീ ഈസ് എ സീൽ അല്ലേ? ഈസ് എൻ അഡ്വാൻസ് പേയ്മെൻറ്റ്. എന്തിനാണ്? ഈസ് എ ഗ്യാരണ്ടി ഓഫ് ആ ഇൻഹെറിറ്റൻസ് അൺടിൽ ദ റിഡംഷൻ ഓഫ് ദ പർച്ചേസ് പൊസഷൻ എന്നാണ് പറയുന്നത് അല്ലേ? നമ്മളെ വീണ്ടെടുക്കുന്നത് വരെയുള്ള അതിൻ്റെ ഒരു എസ്ര ഒന്ന് വായിക്കാമോ? എഫിഷ്യൻസ് 1:13 and 14. ഇപ്പോൾ ഇതൊക്കെ വചനം വായിച്ച് കുറച്ച് കഴിയുകയാണെങ്കിൽ യു വിൽ fall in love with Jesus. രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിൻ്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രിതരായിരിക്കുന്നു. എന്ന് പറഞ്ഞുള്ള മുദ്രയിട്ടിരിക്കുകയാണ് ദൈവം. അത് സാത്താൻ കാണുമ്പം അത് മനസ്സിലാക്കും, ഈ പാർട്ടി ദൈവത്തിൻ്റെതാണ്, ഈ പാർട്ടി യേശുവിൻ്റെയാണ്. ഇവിടെ യേശുവിനെ ഒന്ന് കൈപോക്കാവോ? ഹല്ലേലൂയ. ഓക്കെ, വായിക്ക്. അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നത് വരെ ആ അവകാശത്തിന്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ്. So it is a sign of ownership. It is a sign of sonship. അല്ലേ? നമ്മൾ എന്ത് ഭാഗ്യമുള്ളവരാണെന്നറിയോ? നിങ്ങളുടെ സാഹചര്യങ്ങളൊന്നും നോക്കണ്ട. നിങ്ങൾ ഇട്ടിരിക്കുന്ന ഉടുപ്പ് ചിലപ്പോൾ കീറി കാണും, ചിലപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ട് കാണുകയില്ല. അതൊന്നും സാരമില്ല പ്രിയപ്പെട്ടവരെ. അതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായ ഒരു കാര്യമുണ്ട്. നമുക്ക് നിത്യത യേശു ക്രിസ്തുവിന്റെയും പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും കൂടെ ആയിരിക്കും. ഇതൊക്കെ താൽക്കാലികമായ പ്രയാസങ്ങളൊക്കെ പോകും. എന്നിട്ട് ശാശ്വതമായ ഒരു മഹത്വം ദൈവം നമുക്ക് തരും. ദാറ്റ് ഈസ് ദ ഹോപ്പ് of glory. അല്ലേ? വചനം പറയുന്നത് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി.